കന്യാകുമാരിയിലെ ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ മടങ്ങിയെത്തി. വിവേകാനന്ദ പാറയിലെ തിരുവള്ളുവർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മോദി മടങ്ങിയത്. ഇതോടെ കന്യാകുമാരിയിലെ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. വ്യാഴാഴ്ച രാത്രി ആരംഭിച്ച ധ്യാനം പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത് ഇന്നുച്ചയ്ക്ക് 2:45-ന്. ഇന്നും ഇന്നലെയുമായി രുദ്രാക്ഷമാലയുമേന്തി നാമമന്ത്രങ്ങൾ ഉരുവിട്ട പ്രാർത്ഥനാനിരതനായിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വിവേകാനന്ദ ധ്യാന കേന്ദ്രത്തിന് സമീപത്തെ തിരുവള്ളുവർ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തിയ ശേഷമാണ് മോദി മടങ്ങിയത്. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് വേളയിലെ പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിനെതിരെ പ്രതിപക്ഷം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മോദിയുടെ ധ്യാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും കോടതിയിലും വരെ എത്തിയെങ്കിലും തടസ്സപ്പെടുത്താൻ അവരാരും തയ്യാറായില്ല. മോദിയുടെ ധ്യാനത്തെ പ്രചരണമോ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമോ ആയി കാണാനാവില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നിലപാട്. 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ മോദി മടങ്ങി. ധ്യാനത്തിലൂടെ പ്രധാനമന്ത്രി മനസ്സിൽ കണ്ട രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എത്രത്തോളം പൂവണിയുമെന്നത് കണ്ടറിയേണ്ട കാര്യം. അതോടൊപ്പം കന്യാകുമാരിയിലെ മോദിയുടെ ഈ ധ്യാനം തമിഴക രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കുമോ എന്നതും ഏറെ പ്രധാനമാണ്. കന്യാകുമാരിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ.